സംസ്ഥാനത്ത് ബി.ജെ.പി. ആദ്യമായി ഭരണത്തിലേറിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ കോൺഗ്രസ് ഇപ്പോൾ വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണം കുത്തഴിഞ്ഞ നിലയിലാണെന്നാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ.എസ്. ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നത്. കൗൺസിലർ സുഗതൻ, അതായത് കാപ്പ കേസിൽ പ്രതിയായി നേരത്തെ തിരുവനന്തപുരത്ത് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് അറസ്റ്റ് ചെയ്ത ബി.ജെ.പി. കൗൺസിലർ സുഗതനെ രക്ഷിക്കാൻ കൗൺസിൽ യോഗം പോലും വിളിക്കാതെ ബി.ജെ.പിയും മേയർ വി രാജേഷും ഒത്തുകളിക്കുകയാണെന്നാണ് ശബരിയുടെ ആരോപണം. അതോടൊപ്പം തന്നെ ഗുരുതരമായ ആരോപണമാണ് ശബരി ഉന്നയിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലർ സുഗതൻ ജയിലിലായതോടെ കൗൺസിൽ യോഗങ്ങൾ ചേരുന്നില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും ശബരിനാഥൻ പറയുന്നു. ഭരണസ്തംഭനത്തിനെതിരായ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനമെന്നാണ് ശബരി പറയുന്നത്. നമുക്കറിയാം, ഏറെക്കാലം CPM അടക്കി ഭരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞത്. കേവല ഭൂരിപക്ഷം തേക്കാൻ 51 അംഗങ്ങൾ വേണ്ടിടത്ത് 50 അംഗങ്ങളാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളായി വിജയിച്ചു വന്നത്. മറ്റ് സ്വതന്ത്രരുടെ പിന്തുണയോട് കൂടിയാണ് ബി.ജെ.പി. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് ബി.ജെ.പി. എന്നും നഗരത്തിലെ മരാമത്ത് പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച മട്ടാണെന്നുമാണ് ശബരിനാഥിന്റെ വിമർശനം. ഓരോ മാസവും നിർബന്ധമായും കൗൺസിൽ യോഗം ചേരണമെന്നാണ് ഉള്ളത്. എന്നാൽ ഈ കൗൺസിലർ സുഗതനെ സംരക്ഷിക്കാൻ കൗൺസിൽ യോഗം ചേരാതെ ബി.ജെ.പി. നേതൃത്വം സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ശബരിനാഥ് കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനമെന്നും ശബരിനാഥ് പറയുന്നു. തിരുവനന്തപുരം നമുക്കറിയാം സംസ്ഥാന തലസ്ഥാനമാണ്. സംസ്ഥാന തലസ്ഥാനത്ത് ഭരണം കൈയാളുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇത്തരത്തിൽ ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം പോലെയുള്ള ഒരു വലിയ കോർപ്പറേഷന്റെ ഭരണം ഏറ്റെടുത്ത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ എന്ന പഴഞ്ചൊല്ല് പോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ, ഭരണസ്തംഭനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി സമര പരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാർലമെന്ററി പാർട്ടി ലീഡർ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ തന്നെ സമര രംഗത്തിറങ്ങും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തായാലും ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കാണ്. നഗരത്തിലെ വെള്ളക്കെട്ട്, റോഡുകളുടെ അവസ്ഥ തുടങ്ങിയവ കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിരുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസും CPM ഉൾപ്പെടെ സമരവുമായി രംഗത്ത് നേരത്തെയെല്ലാം വന്നിരുന്നു. ഇപ്പോഴിതാ കൗൺസിൽ യോഗം വിളിക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം വിളിക്കാത്തത് കൗൺസിലർ സുഗതനെ സംരക്ഷിക്കാനാണ്. കൗൺസിൽ യോഗത്തിൽ ഹാജരായില്ലെങ്കിൽ സുഗതനെ അയോഗ്യനാക്കാൻ കഴിയും. ആ അയോഗ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗം വിളിക്കാത്തത് എന്നാണ് ശബരിനാഥിന്റെ പ്രധാനപ്പെട്ട ആരോപണം. നമുക്കറിയാം, വി രാജേഷും അതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ല എന്നും നമുക്ക് കൃത്യമായി അറിയാം. നേരത്തെ ശ്രീലേഖയെ മേയറാക്കാനായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് താല്പര്യം. എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ഇടപെടലാണ് വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. വി രാജേഷ് മേയർ സ്ഥാനത്തെത്തിയത് തിരുവനന്തപുരത്തെ ഒരു വിഭാഗം ബി.ജെ.പി. പ്രവർത്തകർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അടക്കം വരുമ്പോൾ റീൽസ് ചിത്രീകരണത്തിനാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സമയമെന്നാണ് പ്രതിപക്ഷമായ CPM ആരോപണം ഉന്നയിക്കുന്നത്. അതായത് റീൽസ് ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടി ജനങ്ങളുടെ ചില ഗിമ്മുക്കുകൾ കാണിച്ചാണ് മേയർ മുന്നോട്ട് പോകുന്നതെന്നും SP ദീപക് അടക്കമുള്ള CPM കൗൺസിലർമാരും ആരോപണം ഉന്നയിക്കുന്നു. ഇത് തിരുവനന്തപുരം നഗര ഭരണമാകെ സ്തംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് രൂപത്തിലും കൗൺസിൽ യോഗം വിളിപ്പിക്കാനും ഭരണസ്തംഭനത്തിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനുമാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.